ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഈ ചാനൽ സ്ഥിരമായി കാണുന്ന പല വിദ്യാർത്ഥി സുഹൃത്തുക്കളും ആവശ്യപ്പെട്ട ഒരു കാര്യമായിരുന്നു ലോഗോ ഡിസൈനിങ്ങിനെ സംബന്ധിച്ച് ഒരു വീഡിയോ ചെയ്യാമോ എന്നുള്ളത്. സോ ആ കാര്യങ്ങളൊക്കെ തന്നെ പരിഗണിച്ച് കുറച്ച് വൈകിയാണെങ്കിലും അത്തരത്തിലുള്ള ഒരു സബ്ജക്റ്റ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് ലോഗോ, എത്ര ടൈപ്സ് ലോഗോസാണ് ഉള്ളത്, അത് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നീ വിഷയങ്ങളൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മാസ്റ്റർ മീഡിയ. ഒരു സിനിമ ഡയലോഗിൽ ജാവയെക്കുറിച്ച് പറഞ്ഞ പോലെ ലോഗോ എന്ന് പറയുന്നതും സിമ്പിളാണ് ബട്ട് പവർഫുള്ളാണ്. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്ന പല ബ്രാൻഡുകൾ അതല്ലെങ്കിൽ മൾട്ടിനാഷണൽ കമ്പനികളുടെയൊക്കെ പല ലോഗോസും ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് നമുക്ക് തോന്നിപ്പോവും. ആസ് എ ഡിസൈനർ നമുക്കത് കാണുമ്പോൾ തന്നെ ഇതൊക്കെ ചെയ്തെടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ഇതൊക്കെ ആർക്കും ചെയ്യാവുന്നതല്ലേ എന്ന് തോന്നിപ്പോവും. അപ്പോൾ ഒന്നും വേണ്ട, നമ്മൾ വർക്ക് ചെയ്യുന്ന വിൻഡോസിൻ്റെയൊക്കെ ലോഗോ സ്റ്റൈൽ നോക്കി നോക്കുക. അതൊരു പെർസ്പെക്റ്റീവ് ടൈപ്പിലുള്ള റെക്റ്റാങ്കിളാണ്. അങ്ങനെ ഒരു 2 പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചൊരു വിൻഡോ ആകൃതിയിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കതിൻ്റെ ഒരു ക്രിയേഷൻ സൈഡിലേക്ക് പോകുമ്പോൾ വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നില്ല. പക്ഷേ അതിൻ്റെ ഒരു കൺസെപ്റ്റ് ആ ഒരു പേരുമായി മാച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു ബ്രാൻഡുമായിട്ടൊക്കെ മാച്ച് ചെയ്യുന്ന രീതിയിൽ ആ ഒരു ലോഗോ വരുമ്പോഴാണ് നമ്മൾ പലപ്പോഴും അതിനെ പവർഫുള്ളാണ് എന്ന് പറയുന്നത്. ഒരു ബ്രാൻഡ് ഐഡൻറ്റിറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്തെടുക്കുന്ന ഗ്രാഫിക് മാർക്ക്, സിംബൽസ്, അതല്ലെങ്കിൽ ഐക്കൺസ് എന്നീ കാര്യങ്ങളെയാണ് ശരിക്കും ലോഗോ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു പോപ്പുലർ ബ്രാൻഡിന് എടുക്കാം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഫോൺ കണക്ഷൻ അല്ലെങ്കിൽ ഫോൺ കണക്ടിവിറ്റിക്കൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന സിം കാർഡുകൾ, ജിയോ സിം, ഐഡിയ സിം, വോഡോഫോൺ എന്നൊക്കെ പറയുന്ന ഒരു ഐഡിയ കണക്ഷൻ എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ഒരു സ്ട്രൈക്ക് എന്ന് പറയുന്നത് ആ യെല്ലോ ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്ക് ലെറ്ററിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്ന ഒരു സ്റ്റൈലാണ്. ഞാൻ പറയുന്ന ഒരു ഫസ്റ്റത്തെ സ്ട്രൈക്കാണ് ഞാൻ പറയുന്നത്. അത് നമ്മൾ അത്രത്തോളം കണ്ടു പരിചയമുള്ള നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ലോഗോ സ്റ്റൈൽ ആയതുകൊണ്ടാണ്. ഇപ്പോൾ മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കൊക്കോകോള എന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. കൊക്കോകോള എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നൊരു പിക്ചറാണ് ആ ഒരു റെഡിഷ് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വൈറ്റ് കളറിൽ ഇങ്ങനെ കേൾ ചെയ്ത് എഴുതിയിരിക്കുന്ന ഒരു ലെറ്റർ സ്റ്റൈൽ. സോ അതുകൊണ്ടൊക്കെയാണ് ഒരു ബ്രാൻഡിൻ്റെ അല്ലെങ്കിൽ ഒരു ഫേമിൻ്റെ ഐഡൻറ്റിറ്റി ആയിട്ട് നമ്മൾ ലോഗോനെ കണക്കാക്കുന്നത്. അപ്പോൾ എന്താണ് ലോഗോ എന്നതിനെക്കുറിച്ചൊരു ഏകദേശ ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. പിന്നെ മറ്റൊരു കാര്യം പലരും ചോദിച്ചാണ് ലോഗോ ഡിസൈനിങ് പഠിക്കണം, ലോഗോ ഡിസൈനിങ്ങിന് ഒരുപാട് താല്പര്യമുണ്ട് എന്നുള്ളത്. ചില ആളുകൾ എല്ലാ ടൈപ്പ് ഡിസൈൻ ചെയ്യും, ആ കൂട്ടത്തിൽ ലോഗോ ഡിസൈനിങ്ങും ചെയ്യുന്ന ആളുകളുണ്ട്. ഞാൻ ഡിസൈനറെ സംബന്ധിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതങ്ങനെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഈ ലോഗോ ഡിസൈനിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഗ്രാഫിക് ഡിസൈനിങ്ങിൻ്റെ ബേസിക് കോഴ്സ് കഴിഞ്ഞ ഒരാളാണെങ്കിൽ പോലും അയാൾക്ക് വേണമെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റർ ചെയ്യാം, ഫ്ലെയറുകൾ ചെയ്യാം, ബ്രോഷറുകൾ ചെയ്യാം, ഇത്തരം വർക്കുകളെല്ലാം ചെയ്യാം. പക്ഷേ ഒരു ലോഗോ ചെയ്യണമെങ്കിൽ ആദ്യം അതിൻ്റെ തിയററ്റിക്കൽ പാർട്ടുകൾ എന്താണെന്ന് അറിയണം. അതോടൊപ്പം തന്നെ അല്പസ്വല്പം ഹാൻഡ് ഡ്രോയിങ് സ്കില്ലുകൾ വേണം, ഒന്ന് വരച്ചെടുക്കാനുള്ള കഴിവ്. ഇതിലൊക്കെ ഉപരിയായിട്ട് നമുക്ക് നല്ലൊരു കൺസെപ്റ്റ് മേക്ക് ചെയ്യാനുള്ള ഒരു കഴിവ് കൂടി വേണം. ഇത്തരം കാര്യങ്ങളെല്ലാം കൂടി ഉൾപ്പെട്ടാൽ മാത്രമേ നല്ലൊരു ലോഗോ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് കരുതി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതാർക്കും ചെയ്യാൻ പറ്റാത്തൊരു കാര്യമൊന്നുമല്ല. നമ്മൾ സ്ലോലി അത്തരം കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ് അല്ലെങ്കിൽ ട്രെയിൻ ചെയ്തെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു ലോഗോ മേക്കിംഗ് ഡിസൈനറായി മാറാൻ പറ്റും. സോ അവിടെയാണ് അത്തരം കാര്യങ്ങളിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്ക് ഞാനിനി പറയാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും യൂസ്ഫുള്ളായി മാറുന്നത്. സോ ലോഗോ ഡിസൈനിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്ര വിധത്തിലുള്ള ലോഗോസ് ഉണ്ട് എന്നുള്ളതാണ്, ടൈപ്സ് ഓഫ് ലോഗോസ്. കാരണം അത് മനസ്സിലാക്കിയാൽ മാത്രമേ ഒരു കസ്റ്റമർ ലോഗോ ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഒരു റിക്വയർമെൻറ്റുമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ അത് ഏത് ടൈപ്പിൽ വരുന്ന ലോഗോ ആണ് അല്ലെങ്കിൽ ഏത് കാറ്റഗറിയിൽ പെട്ട ലോഗോസ് ആണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനും അത് വെച്ച് നമ്മളൊരു ലോഗോ ഡെവലപ്പ് ചെയ്യാനും സാധിക്കുകയുള്ളൂ. ഇപ്പോൾ കസ്റ്റമറെ സംബന്ധിച്ച് അങ്ങനെ പ്രത്യേകിച്ച് ഐഡിയാസ് ഒന്നും ഉണ്ടാവില്ല. അവരൊരു മെയിൽ ത്രൂ അവർക്ക് വേണ്ട റിക്വയർമെൻറ്റ്സ് ടൈപ്പ് ചെയ്തിടും, അവരുടെ പേര് ഇന്നതാണ്, അതുപോലെ ഇന്ന ടൈപ്പിലാണ് നമ്മൾ ലോഗോ ഉദ്ദേശിക്കുന്നത്. അതിന് കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ കാണിക്കും. മെയിനായിട്ട് അവരുടെ കോമ്പറ്റേറ്റേഴ്സ് ആയിട്ട് നിൽക്കുന്ന ആളുകളുടെയൊക്കെ ആയിരിക്കും ലോഗോസ് കാണിക്കുക. അത് കാണിച്ചിട്ട് പറയും ഇതേ മോഡലാണ് അല്ലെങ്കിൽ ഇതിനേക്കാളും നന്നായിട്ട് വരണം, എന്നാൽ സംതിങ് ഡിഫറൻ്റ് ആയിരിക്കണം എന്നൊക്കെ പറയും. അപ്പോൾ ഇവിടെയാണ് ഒരു സാധാരണ ഡിസൈനറെ സംബന്ധിച്ച് കൺഫ്യൂസ്ഡ് ആയി പോകുന്നത്. ഏതൊക്കെ ടൈപ്സിലാണ് ലോഗോസ് ഉള്ളത്, ഓരോ ടൈപ്സിലും വരുന്ന പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നൊന്നും അറിയാതെ നമ്മൾ ഡയറക്റ്റ് സോഫ്റ്റ്വെയർ ഓപ്പൺ ആക്കി ലോഗോ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് ഫ്ലോപ്പ് ആയിരിക്കും. സോ ലോഗോ ഡിസൈനിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റേജായിട്ട് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലോഗോസ് ആണ്. ശരിക്കും 7 ടൈപ്സ് ലോഗോസ് ആണ് വരുന്നത്. 7 വിധത്തിലുള്ള ലോഗോസ് ആണ്. ആ 7 വിധത്തിൽ വരുന്ന ലോഗോസിൻ്റെയും എന്തൊക്കെ തരത്തിലാണ് ചേഞ്ചസ് എന്നുള്ളതും അതിൽ വരുന്ന കുറച്ച് എക്സാമ്പിൾസൊക്കെയാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ടൈപ്സ് ഓഫ് ലോഗോയിൽ ഫസ്റ്റ് വരുന്നത് മോണോഗ്രാം ലോഗോ ആണ്. മോണോഗ്രാം ലോഗോ അതല്ലെങ്കിൽ ലെറ്റർ ലോഗോ എന്നൊക്കെ പറയും. ഇപ്പോൾ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ
ഒരു ഫുൾ നെയിം ഉണ്ടാവും. പക്ഷേ എങ്കിൽ പോലും ആ ഫുൾ നെയിം കാണിക്കാതെ തന്നെ ഫസ്റ്റിൽ വരുന്ന ലെറ്ററോ അതല്ലെങ്കിൽ സെക്കൻഡ് വേർഡിൻ്റെ ഫസ്റ്റ് ലെറ്ററൊക്കെ ഉപയോഗിച്ചിട്ട് ലോഗോ ചെയ്യുന്ന മെത്തേഡുകൾ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ LGൻ്റെ ലോഗോ, അതുപോലെ HP-യുടെ ലോഗോ, IBM, CNN അങ്ങനെയുള്ള നിരവധി ലോഗോസിനെ നമുക്ക് വേണമെങ്കിൽ മോണോഗ്രാം ലോഗോസിന് എക്സാമ്പിളായിട്ട് പറയാൻ പറ്റും. കാരണം ഇതിനൊക്കെ ഒരു എക്സ്പാൻഷൻ ഉണ്ടാവും. LGൻ്റെ ആണെങ്കിൽ ലൈഫ്സ് ഗുഡ് എന്നാണ്, അതിൻ്റെ ഷോർട്ടായിട്ടുള്ള L-ഉം G കൂടിയാണ് ആ ഒരു ലോഗോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള 1-2 ലെറ്റേഴ്സിനെ മാത്രം റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ള ലോഗോനെയാണ് നമ്മൾ മോണോഗ്രാം അല്ലെങ്കിൽ ലെറ്റർ ടൈപ്പ് ലോഗോ എന്നൊക്കെ പറയുന്നത്. ടൈപ്സ് ഓഫ് ലോഗോയിൽ രണ്ടാമതായിട്ട് വരുന്നത് വേർഡ് മാർക്ക് ലോഗോ ആണ്. വേർഡ് മാർക്ക് അതായത് ഒരു കമ്പനി നെയിം അതല്ലെങ്കിൽ ബ്രാൻഡ് നെയിം കംപ്ലീറ്റ് ആയിട്ട് ലോഗോയിൽ ഉൾപ്പെടുത്തുന്ന രീതിയാണ് വേർഡ് മാർക്ക് ലോഗോ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗൂഗിളിൻ്റെ ലോഗോ, അത് നമുക്ക് വേർഡ് മാർക്കിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് പറയാൻ പറ്റും. കാരണം ഗൂഗിൾ എന്ന് പറയുന്നത് കംപ്ലീറ്റ് നെയിമാണ്. അപ്പോൾ ആ ലോഗോയിൽ തന്നെ ആ കമ്പനിയുടെ കംപ്ലീറ്റ് പേര് കൂടി അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കൊക്കോകോളയുടെ ലോഗോ, അതുപോലെ ഫേസ്ബുക്ക് ലോഗോ, കാനോൻ കമ്പനിയുടെ ലോഗോ, ഇതൊക്കെ തന്നെ നമുക്ക് വേണമെങ്കിൽ വേർഡ് മാർക്ക് ലോഗോസിന് എക്സാമ്പിളായിട്ട് പറയാവുന്നതാണ്. മൂന്നാമത്തെ കാറ്റഗറിയിൽ വരുന്നത് മസ്കോട്ട് ലോഗോ ആണ്. മസ്കോട്ട് ലോഗോ. മസ്കോട്ട് ലോഗോൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്രാൻഡിൻ്റെ ലോഗോ മേക്ക് ചെയ്യുന്നത് മെയിനായിട്ട് ഒരു ഇല്ലസ്ട്രേഷൻ അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ ഡിസൈനിങ്ങിലൂടെ അത്തരത്തിൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന രീതിയാണ് നമ്മൾ മസ്കോട്ട് ലോഗോ എന്ന് പറയുന്നത്. മസ്കോട്ട് ലോഗോയ്ക്ക് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. പക്ഷേ നമുക്ക് ഏറ്റവും കൂടുതൽ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് KFC. KFCൻ്റെ ലോഗോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും KFC എന്നുള്ള ആ 3 ലെറ്ററിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഫൗണ്ടറിൻ്റെ ഒരു ഇല്ലസ്ട്രേഷൻ കൂടി ആ ലോഗോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ മസ്കോട്ട് ലോഗോസിന് മറ്റ് എക്സാമ്പിളാണ് അമൂലിൻ്റെ ലോഗോ. അമൂലിൻ്റെ ലോഗോയിൽ ഒരു പെൺകുട്ടി ഇങ്ങനെ നിൽക്കുന്ന ക്യാരക്ടർ കാണാം നിങ്ങൾക്ക്. മറ്റൊരു എക്സാമ്പിളാണ് എയർ ഇന്ത്യൻ്റെ ലോഗോ. അതിലൊരു മഹാരാജാൻ്റെ ഒരു ക്യാരക്ടർ ഡ്രോയിങ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ അതുപോലെ അംബുജ സിമെൻസിൻ്റെയൊക്കെ ലോഗോ, ഇതിനൊക്കെ നമുക്ക് മസ്കോട്ട് ലോഗോസിന് എക്സാമ്പിളായിട്ട് കണക്കാക്കാൻ കഴിയും. നെക്സ്റ്റ് 4th ടൈപ്പായിട്ട് വരുന്നത് പിക്ടോറിയൽ ലോഗോ ആണ്. പിക്ടോറിയൽ ലോഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഒരു സിമ്പിൾ ഫോമാണ്. അതിന് പ്രത്യേകിച്ച് പേരുകൾ അങ്ങനെ കൊടുക്കാറില്ല. ഒരു സിമ്പിളിലൂടെ തന്നെ നമ്മൾ ആ ഒരു ബ്രാൻഡിനെ പരിചയപ്പെടുത്തുന്ന രീതിയാണ് ശരിക്കും പിക്ടോറിയൽ ലോഗോ എന്ന് പറയുന്നത്. പക്ഷേ ഈ പിക്ടോറിയൽ ലോഗോൻ്റെ ഏറ്റവും വലിയ ചലഞ്ചിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ബ്രാൻഡ് അത്രത്തോളം പോപ്പുലർ ആക്കുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ ആ ലോഗോയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു ബ്രാൻഡാണ് ആപ്പിൾ ബ്രാൻഡിൻ്റെ ലോഗോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആപ്പിളിൻ്റെ ഷേപ്പ് തന്നെയാണ്, പക്ഷേ അതിൻ്റെ ഒരു കോർണർ ഇങ്ങനെ കടിച്ച് എടുത്ത പോലത്തെ ഒരു ലോഗോ സ്റ്റൈലാണ് അതിനുള്ളത്. പക്ഷേ അതിൻ്റെ കൂടെ നമ്മൾ ആപ്പിളിൻ്റെ നെയിം അതായത് ടെക്സ്റ്റുകളൊന്നും നമ്മൾ കാണാറില്ല. ആപ്പിളിൻ്റെ ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ പോലും അധികവും നമ്മൾ കാണുന്നത് ആ പകുതി കടിച്ചു പോയ ഒരു ആപ്പിളിൻ്റെ ലോഗോ സ്റ്റൈൽ മാത്രമാണ്. അതുപോലെ തന്നെ മറ്റൊരു എക്സാമ്പിളാണ് ബെൻസ് കാറിൻ്റെ ലോഗോ എന്ന് പറയുന്നത്. അതായത് 3 ആരോസ്, ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ 3 ആരോസ് ഇങ്ങനെ നിൽക്കുന്ന ലോഗോ എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ പ്രത്യേകിച്ച് ടെക്സ്റ്റുകളൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ മറ്റുള്ള എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആൻഡ്രോയിഡ്, നൈക്കി, ഇത്തരം ലോഗോസിനെയൊക്കെ നമ്മൾ പലപ്പോഴും പേരുണ്ടെങ്കിൽ പോലും പേരിനേക്കാൾ കൂടുതൽ ആ സിമ്പിളിനെയാണ് നമുക്ക് പരിചയം ഉണ്ടാവുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത്തരത്തിലുള്ള ഒരു ബ്രാൻഡ് വാല്യൂ അതല്ലെങ്കിൽ നല്ലൊരു കൺസെപ്റ്റ് ആ ലോഗോയിലൂടെ കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ ഒരു ലോഗോ ചെയ്തെടുക്കാനുള്ള കോൺഫിഡൻസും വരുള്ളൂ. ടൈപ്സ് ഓഫ് ലോഗോയിൽ നെക്സ്റ്റ് വരുന്നത് അബ്സ്ട്രാക്റ്റ് ലോഗോ ആണ്. അബ്സ്ട്രാക്റ്റ് ലോഗോ നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു മോഡലാണ്. പല ടൂറിസം ആൻഡ് ട്രാവൽസ് കമ്പനികൾ അതല്ലെങ്കിൽ നമ്മൾ ഈ കാണുന്ന ചാനൽസിൻ്റെയൊക്കെ ലോഗോസ് അധികവും അബ്സ്ട്രാക്റ്റ് ഡിസൈൻസ് ആയിരിക്കും. കൂടുതലും ഇത്തരത്തിലുള്ള ലോഗോസ് ജോമെട്രിക്കൽ ഷേപ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ മുൻപ് പറഞ്ഞ പിക്ടോറിയൽ ലോഗോസുമായിട്ട് ചെറിയ സാമ്യം തോന്നുമെങ്കിലും ഇതിൽ നമ്മൾ ടെക്സ്റ്റുകൾ കൂടി കൊടുക്കാറുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ ലോഗോസിൽ അധികം ടെക്സ്റ്റുകൾ കാണാറില്ല. പക്ഷേ ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന ലോഗോസിൽ പേരുകൾ കൂടി നമ്മൾ ആഡ് ചെയ്യാറുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബ്രിട്ടീഷ് പെട്രോളിയത്തിൻ്റെ ലോഗോ, അതുപോലെ അഡിഡാസ്, പെപ്സി, ഇത്തരം ലോഗോസൊക്കെ നമുക്ക് വേണമെങ്കിൽ അബ്സ്ട്രാക്റ്റ് ലോഗോസിൻ്റെ കാറ്റഗറിയിൽ പെടുത്താൻ പറ്റും. നെക്സ്റ്റ് 6ാമത്തെ ടൈപ്പാണ് കോമ്പിനേഷൻ മാർക്ക്. അതായത് നമ്മൾ ടെക്സ്റ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ഫോണ്ട് സ്റ്റൈലിൻ്റെയും സിമ്പിൾസിൻ്റെയും ഒരു ഈക്വൽ കോമ്പിനേഷനാണ് ശരിക്കും കോമ്പിനേഷൻ മാർക്ക് ലോഗോ എന്ന് പറയുന്നത്. ഇപ്പോൾ ഓൺലൈൻ പർച്ചേസിനൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ആമസോണിൻ്റെ ലോഗോ, അത് വേണമെങ്കിൽ ഒരു കോമ്പിനേഷൻ ലോഗോക്ക് എക്സാമ്പിളായിട്ട് പറയാൻ പറ്റും. അതിൽ ആമസോൺ എന്നുള്ള ടെക്സ്റ്റ് കാണാം, അതോടൊപ്പം തന്നെ ഒരു ആരോ പോകുന്നത് കാണാം. അതിൻ്റെയൊക്കെ പിന്നിൽ നല്ലൊരു മെസ്സേജ് കൂടി ഉണ്ട്. ശരിക്കും ഒരു ആരോ ആയിട്ട് നമുക്കത് തോന്നുമെങ്കിലും അതൊരു സ്മൈലിയാണ്. ഒരു കസ്റ്റമർ സാറ്റിസ്ഫിക്കേഷനെ സിംബലൈസ് ചെയ്യുന്ന ഒരു സ്മൈലിയാണ് അത് കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ A എന്നുള്ളത് മുതൽ Z വരെയാണ് ആ ആരോ അവിടെ കൊടുത്തിരിക്കുന്നത്. A to Z നമുക്ക് എല്ലാ പ്രൊഡക്റ്റുകളും കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അതിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരുപാട് ഡിസൈൻ ചെയ്ത് മനോഹരമാക്കുക എന്നതിനേക്കാൾ കൂടുതൽ ആ ബ്രാൻഡിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള നല്ലൊരു കൺസെപ്റ്റ് അതിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. ടൈപ്സ് ഓഫ് ലോഗോയിൽ ലാസ്റ്റ് കാറ്റഗറി അതായത് 7ാമത്തെ ടൈപ്പായിട്ട് വരുന്നത് എംബ്ലം ലോഗോസ് ആണ്. എംബ്ലം ലോഗോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് സുപരിചിതമായിട്ടുള്ള ഒരു ലോഗോ കാറ്റഗറി തന്നെയാണ് എംബ്ലം ലോഗോ എന്ന് പറയുന്നത്. അതായത് ഒരു പർട്ടിക്കുലർ ഷേപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ പല സ്റ്റൈലിലുള്ള ടെക്സ്റ്റുകൾ അറേഞ്ച് ചെയ്തുകൊണ്ട് അതിൻ്റെ ആ ഒരു പേര് പ്രസൻറ്റ് ചെയ്യുന്ന രീതിയാണ് എംബ്ലം ലോഗോ എന്ന് പറയുന്നത്.
ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സ്കൂൾസിൻ്റെ കോളേജസിൻ്റെ ലോഗോ ഒക്കെ എംബ്ലം ലോഗോയിലാണ് വരുന്നത്. മാത്രമല്ല പല സ്പോർട്സ് ടീംസിൻ്റെയൊക്കെ ലോഗോ എന്ന് പറയുന്നതും എംബ്ലം സ്റ്റൈലായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം ക്ലബ്ബ് ഫുട്ബോൾ ടീം അതുപോലെ IPL കളിക്കുന്ന ടീംസിൻ്റെയൊക്കെ ലോഗോ എന്ന് പറയുന്നത് എംബ്ലം സ്റ്റൈലിലാണ്. ഒരുവിധം എല്ലാ സ്പോർട്സ് ടീംസിൻ്റെയൊക്കെ ലോഗോ എന്ന് പറയുന്നതും ഒരു എംബ്ലം സ്റ്റൈലിലായിരിക്കും. സോ അപ്പോൾ ഇതൊക്കെയാണ് 7 ടൈപ്സ് ഓഫ് ലോഗോ എന്ന് പറയുന്നത്. നമ്മൾ ഡിസൈൻ ചെയ്യാൻ സമയത്ത് ഈ പറഞ്ഞ 7 ടൈപ്പ് ലോഗോ ഏതൊക്കെയാണെന്ന് പരിപൂർണമായി മനസ്സിലാക്കിയാൽ മാത്രമേ നല്ലൊരു ലോഗോ നമുക്ക് ഡിസൈൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കാരണം നിങ്ങൾക്കറിയാം ഒരു സ്കൂളിൻ്റെ ലോഗോ പോലെ അല്ല ഒരു ടൂർസ് ആൻഡ് ട്രാവൽസ് കമ്പനിയുടെ ലോഗോ എന്ന് പറയുന്നത്. ഒരു ടൂർസ് ആൻഡ് ട്രാവൽസ് കമ്പനിയുടെ ലോഗോ പോലെയല്ല ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിനെ ബേസ് ചെയ്തിട്ട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സീറ്റ് ഉണ്ടാക്കുന്ന കമ്പനിയുടെ ലോഗോ ചെയ്യാൻ വന്നു. അപ്പോൾ അതിൻ്റെ ലോഗോ എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞ ആ കാറ്റഗറിയിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് നമുക്ക് ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ടൈപ്സ് ഓഫ് ലോഗോ എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ദെൻ ടൈപ്സ് ഓഫ് ലോഗോസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ക്ലയൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്കൊരു റിക്വയർമെൻറ്റ് കിട്ടിയാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പ്രോപ്പറായിട്ടുള്ള ക്ലയൻറ്റ് റിക്വയർമെൻറ്റ്സ് എന്താണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ക്ലയൻറ്റ് എന്താണോ ആവശ്യപ്പെട്ടിരിക്കുന്നത് അത്തരം കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കാൻ ശ്രമിക്കുക. ബേസിക് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ കൈവച്ചിട്ട് ഒന്ന് റഫായിട്ട് വരച്ചെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് അത് ഫൈനലൈസ് ചെയ്തതിന് ശേഷമാണ് അതിൻ്റെ 3rd സ്റ്റെപ്പായിട്ട് നമ്മൾ സോഫ്റ്റ്വെയറിൽ ആ ലോഗോ ഡിസൈൻ ചെയ്തെടുക്കുന്നത്. നെക്സ്റ്റ് ലോഗോ എല്ലാം ഡിസൈൻ ചെയ്തതിന് ശേഷം അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് അത് ക്ലയൻറ്റിന് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളത്. അത് ചിലപ്പോൾ 1-2 ഓപ്ഷൻസ് ഒക്കെ നമ്മൾ കൊടുത്തു വരും. പക്ഷേ ഒരു പ്രൊഫഷണൽ വേ എന്ന് പറയുന്നത് നമ്മൾ ലോഗോ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഒരു ബ്രാൻഡ് ഗൈഡ് ലൈൻ കൂടി നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. സോ എന്താണ് ബ്രാൻഡ് ഗൈഡ് ലൈൻ, അതെങ്ങനെ മേക്ക് ചെയ്യണം എന്നുള്ളത് ഞാൻ മറ്റൊരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. കാരണം ഓൾറെഡി നമ്മുടെ ഈ ഒരു വീഡിയോ കുറച്ച് ലെങ്തി ആയി മാറിയിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ലോഗോസിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഈ ഗൈഡ് ലൈൻ സംബന്ധമായ കാര്യങ്ങൾ കൂടി പറയുകയാണെങ്കിൽ വീഡിയോ വല്ലാതെ ലെങ്തി ആയി മാറും. സോ അത് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ മനസ്സിലാക്കിയെടുക്കാം. എനിവേയ്സ് ലോഗോ ഡിസൈനിങ്ങുമായി സംബന്ധിച്ച് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്ത എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാനും അത് ഉപകാരപ്രദമായി എന്ന് മനസ്സിലാക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് മുഖേനയോ അതല്ലെങ്കിൽ യൂട്യൂബ് ചാനലിൻ്റെ കമൻറ്റ് ബോക്സിലൂടെയൊക്കെ നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്യാവുന്നതാണ്. സോ മറ്റൊരു വീഡിയോയുമായി എത്തുന്നവരേക്കും ഗുഡ് ബൈ.